ഏപ്രിൽ 18 വെള്ളിയാഴ്ച മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മൂലം, പൂരാടം, ഉത്രാടം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 11 നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന 4 രാശിക്കാർക്ക് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റ വാക്കിൽ പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. കാരണം വേദജ്യോതിഷമനുസരിച്ച് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന 2 ഗ്രഹങ്ങളാണ് സൂര്യനും ശനിയും. ഇതിൽ ഏപ്രിൽ 13 വരെ ശനിയും സൂര്യനും മീനത്തിൽ സംക്രമണം നടത്തുകയും അതിനുശേഷം ഏപ്രിൽ 14 സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ഏപ്രിൽ 18 വെള്ളിയാഴ്ച സൂര്യനും ശനിയും നേർക്കുനേർ സഞ്ചരിക്കുവാൻ പോവുകയാണ്. അപ്പോൾ സൂര്യൻ്റെയും ശനിയുടെയും നേർക്കുനേരുള്ള സഞ്ചാരം കൊണ്ട് ഈ 4 രാശിക്കാർക്ക് ഏപ്രിൽ 18 വെള്ളിയാഴ്ച ദ്വിദശയോഗം കൈവരുവാൻ പോവുകയാണ്. ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളിൽ ലക്ഷ്മി ദേവിയുടെയും സാക്ഷാൽ പരമശിവന്റെയും അനുഗ്രഹവും വളരെയധികം കൂടുതലായിരിക്കും. അപ്രകാരം നോക്കുമ്പോഴുള്ള ഫലങ്ങൾ അനുസരിച്ച് ഏപ്രിൽ 18 വെള്ളിയാഴ്ച ഈ 4 രാശിയിൽ വരുന്ന 11 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി ഏപ്രിൽ 18 വെള്ളിയാഴ്ചയുള്ള സൂര്യൻ്റെയും ശനിയുടെയും നേർക്കുനേരുള്ള സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാർ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഈ ദ്വിദശ യോഗം രൂപപ്പെടുന്ന സമയത്ത് മിഥുനം രാശിക്കാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വളരെയധികം ഉള്ളതിനാൽ നിങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. കാരണം ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ നിങ്ങൾക്ക് നടന്നു കിട്ടണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും കാര്യസാധ്യത്തിലേക്ക് എത്തുകയും നിങ്ങൾക്ക് അതിൻ്റെ ഉന്നമനങ്ങൾ കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും. മാത്രമല്ല ഈ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് ജീവിത വിജയങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഏപ്രിൽ മാസം 18 വെള്ളിയാഴ്ച എന്നുള്ളത്. ഇനി മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബജീവിതത്തെ പറ്റിയും പ്രണയബന്ധങ്ങളെപ്പറ്റിയും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മുൻപ് ചില പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നെങ്കിൽ പോലും അതിനെല്ലാം ഒരു ശമനം വരികയും പരസ്പരം ചെയ്തു പോയിട്ടുള്ള ശരിതെറ്റുകളെപ്പറ്റി തിരിച്ചറിവുണ്ടാകുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. അതിനാൽ തന്നെ താരതമ്യേന നിങ്ങളുടെ മാനസിക സന്തോഷവും മനസമാധാനവും വളരെയധികം അധികരിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ഇനി തുടർച്ചയായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ വൈദ്യസഹായം തേടിയിട്ട് പോലും പരിഹാരം കാണുവാൻ കഴിയാതിരുന്നതിന് ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സൂര്യൻ്റെയും ശനിയുടെയും ഈ നേർമുഖമായുള്ള സഞ്ചാരം കൊണ്ട് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടും ശനിയുടെയും സൂര്യൻ്റെയും അനുഗ്രഹഭാവം കൊണ്ടും
സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ടും പരമശിവന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് ഏപ്രിൽ 18 വെള്ളിയാഴ്ച വരുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ ഗുണകരമായിരിക്കും. ഇനി മറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാൽ തന്നെ അതിനെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാനുള്ള വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു വരുമെന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ഇനി രണ്ടാമതായി, ഈ സൂര്യൻ്റെയും ശനിയുടെയും 30 ഡിഗ്രി നേർക്കുനേറുള്ള സഞ്ചാരം കൊണ്ട് ഏപ്രിൽ 18 വെള്ളിയാഴ്ച ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഉയർച്ചകൾക്ക് തുടക്കം കുറിക്കുവാൻ പോകുന്ന രാശിക്കാർ പുണർദം, പൂയം, ആയില്യം ഉൾപ്പെടുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദ്വിദശ യോഗത്താൽ നിങ്ങൾ കാലാകാലമായി ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും കാര്യസാധ്യത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വന്നെത്തുന്നത്. പ്രത്യേകിച്ച് കർക്കിടകം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ വളരെ നാളുകളായി വിദേശത്ത് ഒരു ജോലി സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ഏപ്രിൽ മാസം 18 വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ പടിപടിയായി നീങ്ങുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്താൽ മാത്രം മതി. സാമ്പത്തിക പ്രശ്നങ്ങളും പുറമേയുള്ള പ്രശ്നങ്ങളും കൂടാതെ ഈ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ കുടുംബ പ്രശ്നങ്ങൾ വളരെയധികം മനസ്സ് തകർന്നിരിക്കുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ചില നിസ്സാരമായ കാര്യങ്ങൾ പോലും പറഞ്ഞ് വീട്ടിനുള്ളിൽ കലഹവും ഒച്ചപ്പാടുകളുമെല്ലാം അടിക്കടി ഉണ്ടാകുന്ന അവസ്ഥ. മക്കളെ പറ്റി ഓർക്കുമ്പോൾ എപ്പോഴും വേവലാതിയാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മുക്തി നേടുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഭാഗ്യയോഗം നിങ്ങളെ തുണയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷ്മി കടാക്ഷവും സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹവും നിലനിൽക്കുന്നതിനാൽ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും കച്ചവടക്കാർക്കുമൊക്കെ നല്ല രീതിയിലുള്ള ലാഭം കൈവരുവാനും സാധാ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പോലും വരുമാനത്തിൽ വർധനവുണ്ടാകുവാനും പോകുന്ന ഒരു സമയമാണ് ഈ ഏപ്രിൽ 18 വെള്ളിയാഴ്ചയോടെ തുടങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഒരു അഭിവൃദ്ധി കാണുവാനുള്ള മഹാഭാഗ്യം കർക്കിടകം രാശിക്കാർക്ക് തുടങ്ങുകയാണ്. ഇനി മൂന്നാമതായി, ശനിയുടെയും സൂര്യൻ്റെയും ഈ നേർമുഖമായുള്ള സഞ്ചാരം കൊണ്ട് ഏപ്രിൽ 18 വെള്ളിയാഴ്ച ഭാഗ്യയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം 18 വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലാത്ത ചില പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുവാനും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള ആളുകളിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. മാത്രമല്ല, കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ഒരു മനസമാധാനവുമില്ലാതെ എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കിയിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക വഴികൾ ഒരുങ്ങി വരികയും വരുമാനത്തിൽ ഒരു വർധനവുണ്ടാകുകയും ചെയ്യുന്ന തരത്തിലുള്ള ഉയർച്ചകൾ നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ
നിങ്ങളുടെ പരിശ്രമം കൂടിയേ തീരൂ. അതുപോലെ തന്നെ ഈ ഏപ്രിൽ 18-ാം തീയതി നിങ്ങളുടെ ചില ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ചില മംഗളവാർത്തകൾ അറിയുവാനുള്ള യോഗവും നിങ്ങളിൽ കാണുന്നുണ്ട്. ഇനി ഈ സൂര്യൻ്റെയും ശനിയുടെയും നേർക്കുനേരുള്ള സഞ്ചാരം വളരെയധികം ഗുണഫലങ്ങൾ നൽകുവാൻ പോകുന്ന അവസാനത്തെ രാശിക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരികെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഈ ഏപ്രിൽ മാസം 18-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പണമോ സ്വർണമോ തിരികെ ലഭിക്കുന്നതോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് ധനം വന്നു ചേരുന്നതുമാകാം. എന്തു തന്നെയായാലും നിങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ചില ധനനേട്ടങ്ങൾ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. മാത്രമല്ല ലക്ഷ്മി കടാക്ഷം വളരെയേറെ നിങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് സാമ്പത്തിക നേട്ടങ്ങളും ശുഭകരമായ കാര്യങ്ങളും തേടിയെത്തും. ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളെയും കഷ്ടതകളെയും നിങ്ങൾ മറക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മാത്രമല്ല ജോലി സംബന്ധമായി നിലനിന്നിരുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്ക് ശമനമുണ്ടാവുകയും നിങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങി വയ്ക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. അതുപോലെ തന്നെ സ്വന്തമായി ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടും അതിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാത്തതിനാൽ വളരെയധികം കടബാധ്യതകളും അതിൻ്റെതായ പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഇനി തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ഒരു ധാരണ മനസ്സിലേക്ക് വരികയും നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സൂര്യൻ്റെയും ശനിയുടെയും ഏപ്രിൽ 17-ാം തീയതി വെള്ളിയാഴ്ച നടക്കുവാൻ പോകുന്ന 30 ഡിഗ്രി നേർമുഖമായുള്ള സഞ്ചാരം ഈ 4 രാശിക്കാരിലും വളരെ അനുഗ്രഹഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.